എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC കഴിഞ്ഞ ശനിയാഴ്ച 23/11/2024 നടത്തിയ LGS പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 165-24. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് കൺഫേം ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? ഓപ്ഷൻ സി, വില്യം ബെൻഡിക് പ്രഭു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ബി, ഒന്ന് മാത്രം ശരി. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം? ഓപ്ഷൻ ഡി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിമുകളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന? ഓപ്ഷൻ സി, അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ? ഓപ്ഷൻ ബി, 3, 4 ശരി. മിറാത്തുൽ അക്ബർ, സമ്പത്ത്, കൗമുദി. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം? ഓപ്ഷൻ ഡി, 1, 2, 3 ശരി. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ സി, പാലക്കാട്. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം? ഓപ്ഷൻ എ, വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്? ഓപ്ഷൻ സി, കോലത്തുനാട്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ഓപ്ഷൻ ഡി, ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ഓപ്ഷൻ എ, ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം? ഓപ്ഷൻ എ, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ? ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി? ഓപ്ഷൻ സി, 3 ശരി. സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? ഓപ്ഷൻ ബി, നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ എ, 1, 3. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി, 1, 2, 3. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, 2, 4. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി? ഓപ്ഷൻ സി, ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി,
ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ഓപ്ഷൻ എ മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കാരക്കോറം. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ഓപ്ഷൻ എ ഇരുമ്പ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി ഗോദാവരി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ എ 2003. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ ബി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ ബി മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ? ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ പത്തനംതിട്ട. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ സി 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? ഓപ്ഷൻ സി സുമതി. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി വയനാട്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ബി ആലപ്പുഴ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ? ഓപ്ഷൻ ബി ശാസ്താംകോട്ട. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി എ 4 റീഡ് തവളകൾ, കക്കയം. ബി 3 ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ. സി 1 സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി. ഡി 2 വരയാട്, ഇരവികുളം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 ഡിഗ്രി. പൂർവ്വരേഖാംശം ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാഗോൾ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2, 4 മാത്രം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ എ 225 കിലോമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ സി 1, 3. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 3 മാത്രം. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. ചേരുംപടി ചേർക്കുക.
ഓപ്ഷൻ ബി. 1 ബി. വരാഹമിഹിരൻ ലഘുജാതകം. 2 എ. കാളിദാസൻ വിക്രമോർവശീയം. 3 ഡി. വിശാഖദത്തൻ മുദ്രരാക്ഷസം. 4 സി. ശൂദ്രകൻ മൃച്ഛഘടികം. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. ഓപ്ഷൻ എ. PSLV C-57. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ ഡി. അഗസ്റ്റ് കോംതെ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ ബി. തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. ഓപ്ഷൻ സി. മണ്ണ് ദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം. ഓപ്ഷൻ ഡി. പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി. ക്ലോഡിയ ഗോൾഡിൻ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി. 1, 2. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ. വിറ്റാമിൻ എ. കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി. നാളികേരം. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി. 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? ഓപ്ഷൻ എ. IUCN. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ഓപ്ഷൻ ബി. സൗദി അറേബ്യ. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത്? ഓപ്ഷൻ സി. സിഗ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി. സോഡിയം ക്ലോറൈഡ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ്? ഓപ്ഷൻ എ. രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി? ഓപ്ഷൻ സി. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഓപ്ഷൻ സി. എല്ലാം ശരിയാണ്. എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകളിൽ ഓപ്ഷൻ എ 2 മാത്രം ശരിയാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഓപ്ഷൻ എ. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2023 രസതന്ത്ര നോബൽ സമ്മാനം ഓപ്ഷൻ ബി. 3 പേർക്ക് ലഭിച്ചു. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി. കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഓപ്ഷൻ ബി. മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? ഓപ്ഷൻ സി. ഫൈബ്രിനോജൻ.
മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ സി EEG. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ KARSAP. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മാറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത്? ഓപ്ഷൻ ബി നെഗ്ലേറിയ ഫൗലേറി. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് ഓപ്ഷൻ സി അമൃതം. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഓപ്ഷൻ ബി പ്ലൂറ. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി പ്രസ്താവന 2, 4 ശരി. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. കേരളത്തിൽ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഓപ്ഷൻ സി നിലമ്പൂർ. ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ എംപോക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഓപ്ഷൻ ബി ആസാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഓപ്ഷൻ സി നാഗാലാൻഡ്. അടുത്തതായി മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 81 ഓപ്ഷൻ എ 8, 7, 3. 82 ഓപ്ഷൻ ബി 8. 83 ഓപ്ഷൻ എ 1.75. 84 ഓപ്ഷൻ ഡി 17/5. 85 ഓപ്ഷൻ ബി 1.221. 86 ഓപ്ഷൻ ബി 484. 87 ഓപ്ഷൻ എ 27. 88 ഓപ്ഷൻ എ 8000. 89 ഓപ്ഷൻ ബി 48. 90 ഓപ്ഷൻ എ 71. 91 ഓപ്ഷൻ ബി 47. 92 ഓപ്ഷൻ എ 1000. 93 ഓപ്ഷൻ എ 3. 94 ഓപ്ഷൻ ബി 23. 95 ഓപ്ഷൻ ഡി 2052. 96 ഓപ്ഷൻ എ 1395. 97 ഓപ്ഷൻ എ ഭാര്യ. 98 ഓപ്ഷൻ ഡി നൈഫ്. 99 ഓപ്ഷൻ എ 12. 100 ഓപ്ഷൻ സി X+Y. മേൽ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.